ഹരേ കൃഷ്ണ. യോഗിനി ഏകാദശി. എല്ലാ പാപങ്ങളും തീർത്ത് വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചു തരുന്ന, ആരോഗ്യവും ഐശ്വര്യവും നൽകുന്ന ഒരു പുണ്യദിനം. 2026 ജൂലൈ 10 വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ പുണ്യമേറിയ യോഗിനി ഏകാദശി. അറിയാതെ ചെയ്തുപോയ തെറ്റുകൾക്ക് പോലും പ്രായശ്ചിത്തമാകുന്ന ഈ വ്രതത്തിൻ്റെ പ്രാധാന്യവും ഇതിന് പിന്നിലുള്ള ഐതിഹ്യവും കൃത്യമായ തിഥി സമയവും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായും കാണുക. ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷത്തിലാണ് യോഗിനി ഏകാദശി വരുന്നത്. ഇത്തവണ ജൂലൈ 10 വെള്ളിയാഴ്ചയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. കൃത്യമായ തിഥി സമയം ഇങ്ങനെയാണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ജൂലൈ 10 വെള്ളിയാഴ്ച രാവിലെ 8:16. ഏകാദശി തിഥി അവസാനിക്കുന്നത് ജൂലൈ 11 ശനിയാഴ്ച പുലർച്ചെ 5:22. വെള്ളിയാഴ്ച ഉദയസമയത്ത് ഏകാദശി തിഥി ഉള്ളതിനാൽ അന്നേ ദിവസം തന്നെയാണ് ഭക്തർ ഉപവാസവ്രതം അനുഷ്ഠിക്കേണ്ടത്. ശനിയാഴ്ച രാവിലെ, അതായത് ദ്വാദശി നാളിൽ പാരണ വ്രതം അവസാനിപ്പിക്കാം. ജൂലൈ 11 ശനിയാഴ്ച രാവിലെ 5:22 മുതൽ 8:35 വരെയാണ് പാരണ സമയം. ഈ സമയത്തിനുള്ളിൽ ലഘുവായ ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ദശമി തിഥി ഉള്ളപ്പോൾ പാരണ വീടരുത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാൽ പറഞ്ഞിരിക്കുന്ന ഈ സമയത്തിനുള്ളിൽ തന്നെ വ്രതം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഭാരതീയ വിശ്വാസമനുസരിച്ച് ഏറ്റവും വലിയ പുണ്യം തരുന്ന ഏകാദശികളിൽ ഒന്നാണിത്. 88,000 ബ്രാഹ്മണർക്ക് സദ്യ നൽകിയാൽ ലഭിക്കുന്ന അത്രയും പുണ്യം ഈ ഒരൊറ്റ ദിവസം വ്രതം നോറ്റാൽ ലഭിക്കുമെന്നാണ് പത്മപുരാണത്തിൽ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നത്. കഠിനമായ രോഗബാധകളിൽ നിന്ന് മുക്തി നേടാനും ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും യോഗിനി ഏകാദശി വ്രതം ഉത്തമമാണ്. യോഗിനി ഏകാദശിയുടെ ഐതിഹ്യമായിട്ട് പത്മപുരാണത്തിൽ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞുകൊടുക്കുന്ന ഒരു കഥയാണ് പറയുന്നത്. ധനവാനായ കുബേരൻ്റെ അളകാപുരി രാജ്യത്താണ് ഈ കഥ നടക്കുന്നത്. വലിയൊരു ശിവഭക്തനായിരുന്നു കുബേരൻ. പൂജയ്ക്കായി എന്നും മാനസ സരോവരത്തിൽ നിന്ന് പുതിയ താമരപ്പൂക്കൾ എത്തിക്കുക എന്നത് ഹേമാലി എന്ന യക്ഷൻ്റെ ജോലിയായിരുന്നു. ഹേമാലി തൻ്റെ മനോഹരിയായ ഭാര്യയായ സ്വരൂപവതിയുമായി വളരെയധികം പ്രണയത്തിലായിരുന്നു. ഒരു ദിവസം ഭാര്യയോടൊപ്പം സ്നേഹനിമിഷങ്ങളിൽ മുഴുകിയ ഹേമാലി പൂക്കൾ എത്തിക്കാൻ മറന്നുപോയി. പൂജാസമയമായിട്ടും പൂക്കൾ കിട്ടാത്തതിനാൽ കോപിഷ്ഠനായ കുബേരൻ ഹേമാലിയെ സഭയിലേക്ക് വിളിപ്പിച്ചു. കടമ മറന്ന് പ്രവർത്തിച്ച യക്ഷനെ കുബേരൻ കഠിനമായി ശപിച്ചു. നിനക്ക് നിന്റെ ഭാര്യയെ പിരിയേണ്ടി വരട്ടെ. നിന്റെ ശരീരം മുഴുവൻ കുഷ്ഠരോഗം ബാധിക്കട്ടെ. ശാപമേറ്റ ഹേമാലി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണു. കഠിനമായ രോഗപീഠകളാലും ഭാര്യയെ പിരിഞ്ഞ ദുഃഖത്താലും വർഷങ്ങളോളം അവൻ അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ ഭാഗ്യമെന്നോണം ഹിമാലയത്തിൽ വെച്ച് അവൻ പ്രശസ്തനായ മാർക്കണ്ഡേയ മഹർഷിയെ കണ്ടുമുട്ടി. ഹേമാലിയുടെ സങ്കടം കേട്ട കാരുണ്യമൂർത്തിയായ മഹർഷി അവന് ശാപമോക്ഷത്തിനായി ഒരു വഴി ഉപദേശിച്ചു കൊടുത്തു. അതായിരുന്നു ആഷാഢമാസത്തിലെ യോഗിനി ഏകാദശി വ്രതം. മഹർഷിയുടെ ഉപദേശപ്രകാരം ഹേമാലി പൂർണ്ണ ഭക്തിയോടെ യോഗിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. വ്രതാനുഷ്ഠാനത്തിൻ്റെ പുണ്യത്താൽ അവൻ്റെ രോഗമെല്ലാം മാറി പഴയ ദിവ്യരൂപം തിരികെ ലഭിക്കുകയും ഭാര്യയോടൊപ്പം വീണ്ടും അളകാപുരിയിൽ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. ഇനി ഏകാദശി വ്രതം നോൽക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. തലേ ദിവസം, അതായത് ദശമി നാളിൽ ഒരു നേരം മാത്രം അന്നം കഴിച്ച് വ്രതം തുടങ്ങാം. ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങളും പാലും കഴിച്ച് വ്രതമനുഷ്ഠിക്കുകയോ ചെയ്യാം. പകൽ ഉറക്കം ഒഴിവാക്കി ഓം നമോ നാരായണായ മന്ത്രവും വിഷ്ണു സഹസ്രനാമവും ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്.
കൂടാതെ നാരായണീയം, ഭഗവത്ഗീത, ഭാഗവതം എന്നീ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രവും നമുക്ക് ജപിച്ചുകൊണ്ടേയിരിക്കാം. രോഗദുരിതങ്ങളിൽ നിന്ന് മോചനവും ആഗ്രഹ സാഫല്യവും നൽകുന്ന ഈ യോഗിനി ഏകാദശി വ്രതം ഭക്തിപൂർവം അനുഷ്ഠിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.